എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം മറ്റന്നാൾ മുതൽ രാജ്കോട്ടിൽ വെച്ച് നടക്കും. 5 മത്സരങ്ങൾ ഉള്ള പരമ്പരയിൽ ഇരു ടീമുകളും ഇപ്പോൾ സമനിലയിൽ ആണ്. അതുകൊണ്ട് തന്നെ പരമ്പരയിൽ മുന്നിൽ എത്താൻ ഇന്ത്യക്ക് വിജയം അനിവാര്യമാണ്. മൂന്നാം ടെസ്റ്റിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങൾ തന്നെ ടീമിൽ വരുമെന്നാണ് റിപ്പോർട്ട്. അതിൽ ഒരു പ്രധാന മാറ്റം പരമ്പരയിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ ശ്രേയസ് അയ്യർക്ക് നഷ്ടമാകും. കൂടാതെ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയും വ്യക്തിപരമായ കാരണങ്ങളാൽ ഇംഗ്ലണ്ടിനെതിരായ അവസാന 3 മത്സരങ്ങളിൽ നിന്നും ഒഴിവാകും. വിരാട് കോഹ്ലി ആദ്യ 2 മത്സരങ്ങൾ നേരത്തെ ഒഴിവാക്കിയിരുന്നു. മൂന്നാം ടെസ്റ്റിൽ കാൽമുട്ട് വേദനയെ തുടർന്ന് KL രാഹുലിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. രാഹുലിന്റെ പരിക്ക് ഇന്ത്യൻ പ്ലേയിംഗ് 11-ൽ രജത് പാട്ടിദാറിന് ഒരു അവസരം കൂടി നൽകും. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ സാധ്യത 11 നമുക്ക് ഒന്ന് നോക്കാം. മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ സഖ്യം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. മൂന്നാമനായി ശുഭ്മാൻ ഗിൽ എത്തും. 4-ാം നമ്പറിൽ രജത് പാട്ടിദാർ ഇറങ്ങും. 5-ാമനായി സർഫറാസ് ഖാൻ എത്തും. മത്സരത്തിൽ കോഹ്ലിക്ക് പകരക്കാരനായാണ് സർഫറാസ് എത്തുക. 6-ാമനായി KS ഭരത്തും എത്തും. ഇന്ത്യൻ ടീമിൽ മറ്റൊരു വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനായി ധ്രുവ് ജുറൽ ഉണ്ടെങ്കിലും വിക്കറ്റ് കീപ്പർ KS ഭരത്തിനാണ് കൂടുതൽ സാധ്യത. ബൗളിംഗിൽ സ്പിന്നിൽ രവീന്ദ്ര ജഡേജ തിരിച്ച് എത്തും. ജഡേജയോടൊപ്പം രവിചന്ദ്രൻ അശ്വിൻ, അക്സർ പട്ടേൽ എന്നിവരും ചേർന്ന് സ്പിൻ ആക്രമണം നടത്തും. പേസ് നിരയിൽ മുകേഷ് കുമാറിന് പകരം മുഹമ്മദ് സിറാജ് ഇന്ത്യൻ പ്ലേയിംഗ് 11-ൽ തിരിച്ചെത്തും. ജസ്പ്രീത് ബുംറയോടൊപ്പം മുഹമ്മദ് സിറാജും ചേർന്ന് പേസ് നിര നിയന്ത്രിക്കും. കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗിലും ബൗളിംഗിലും മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. എന്നിരുന്നാലും ബാറ്റിംഗിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 2-ാം മത്സരത്തിനേക്കാളും ശക്തമായി തന്നെ 3-ാം മത്സരത്തിലും ഇന്ത്യ എത്തും. അതുകൊണ്ട് തന്നെ 3-ാം മത്സരവും ജയിക്കും എന്ന ആത്മവിശ്വാസം ഇന്ത്യക്കുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.